അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, നമ്മുടെ ഉടപ്പുറപ്പിങ്ങൾ, നമ്മൾ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എല്ലാവരെയും അള്ളാഹു ഇഹത്തിലും പരത്തിലും പൂർണ്ണരായ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇരു വീട്ടിലെയും പരാജയങ്ങളിൽ നിന്നും, മാനഹാനികളിൽ നിന്നും, നാശനഷ്ടങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും അവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ നമുക്ക് ദുനിയാവിനും ആഖിറത്തിനും ഉപകരിക്കുന്ന, അഭിമാനിക്കാവുന്ന സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാം സ്വാലിഹീങ്ങളായ മക്കളെ നൽകുമാറാവട്ടെ. ഗർഭിണികളുണ്ട് നമ്മുടെ കുടുംബത്തിൽ. നമ്മോട് ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ അള്ളാഹു തആല എല്ലാവർക്കും റാഹത്തുള്ള സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്കും അവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, യാതൊരു അംഗവൈകല്യമോ ബുദ്ധിവൈകല്യമോ ഇല്ലാത്ത കുട്ടികളാക്കി അള്ളാഹു നമുക്ക് ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട ഹാത്തിമു സാഹിദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അന്നഹു ഖാൽ മൻ ഇദ്ദഅ ഹുബ്ബ മൗലാഹു മിൻ ഗൈരി വറഇൻ ഫഹുവ കദ്ദാബ്. ഒരാൾ അല്ലാഹു തആലയെ, അവൻ്റെ മൗലയെ വല്ലാതെ പ്രിയം വെക്കുന്നു എന്ന് വാദിക്കുക, അതേ സമയത്ത് ജീവിതത്തിൽ അവനക്ക് യാതൊരു സൂക്ഷ്മതയുമില്ല, ഹറാമിനെ ശ്രദ്ധിക്കുന്നില്ല, ഹലാലിനെ ശ്രദ്ധിക്കുന്നില്ല, ഒരു ജാതി ജീവിതം, എന്നാലോ അള്ളാഹിനെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യാം. ജീവിതത്തിൽ ഹറാമെല്ലാം കാത്തു സൂക്ഷിച്ച് സൂക്ഷ്മമായ ജീവിതം ഇല്ലാത്ത ഒരാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് വാദിക്കുന്നു എങ്കിൽ ഫഹുവ കദ്ദാബ്, അവൻ കദ്ദാബാണ്, പൊള്ളനാണ്, അല്ലാതെ പൊള്ളു പറയുന്ന ആളാണ്. അതേസമയം വമൻ ഇദ്ദഅ ദുഖൂലൽ ജന്നത്തി മിൻ ഗൈരി ഇൻഫാഖി മാലിൻ ഫഹുവ കദ്ദാബ്, മുതലൊന്നും ചെലവഴിക്കാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് വാദിക്കുന്ന ഒരാൾ, അവനും കളവാണ് പറയുന്നത്. സ്വർഗത്തിൽ മുതൽ ചെലവഴിക്കാതെ സ്വർഗത്തിൽ കടക്കുന്ന ആരും ആഗ്രഹിക്കാൻ കണ്ടട്ട. പിന്നെ ومن ادعى حب النبي صلى الله عليه وسلم من غير اتباع السنة فهو كذاب. ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്നൊരാൾ വാദിക്കുക, മിൻ ഗൈരി ഇത്തിബാഇ സുന്ന, അതേ സമയത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനോടൊന്നും പിന്തുടരുന്നില്ല താനും, ഫഹുവ കദ്ദാബ്, അവൻ കദ്ദാബാണ്, അല്ലാതെ പൊള്ളു പറയുന്നവനാണ്. ومن ادعى حب الدرجات من غير صحبة مع الفقراء والمساكين فهو كذاب. ഒരാൾ വാദിക്കുന്നു ഹുബ്ബ ദറജാത്ത്, ഞാൻ ഉന്നതമായ പദവികൾ, അല്ലാഹുവിൻ്റെ അടുക്കലുള്ള ഉന്നതമായ പദവികളെ ഞാൻ ആഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു, എനിക്കത് കിട്ടും. മിൻ ഗൈരി സുഹ്ബത്തിൻ മഅൽ ഫുഖറാഇ വൽ മസാകീൻ, നാട്ടിലെ പാവപ്പെട്ടവരോടുകൂടെ സഹവസിക്കാതെ, അവൻ്റെ നടത്തും ഇതൊക്കെ വലിയ 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 ആളുകളോടുകൂടെയാണ്. അവനിക്ക് ഫക്കീറന്മാരോ മിസ്കീന്മാരോ അവൻ മെയിൻറ്റ് ചെയ്യുകയില്ല, അവരോട് കൂടെ നടക്കുകയില്ല. അവനക്കൊരു പോരാത്തറാണ്, അവനിക്കൊരു പോരായ്മയാണതൊക്കെ. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എങ്കിൽ ആ ഹുബ്ബുദ്ദറജാത്ത് അതിനെ വാദിക്കൽ അവൻ എന്താവുന്നു? അവൻ പൊള്ളു പറയുകയാണ്, കളവാണ് പറയുന്നത്. ഇല്ല, അവൻ അതിനെ സ്നേഹിക്കുന്നില്ല, ഉന്നതമായ പദവികൾ അവൻ ആഗ്രഹിക്കുന്നില്ല. വഅൻ സഅദൂനിൽ മജ്നൂനി റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനാണ് ബഹുമാനപ്പെട്ട സഅദൂനുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു, അന്നഹു കാന യക്തുബു ഫീ കഫ്ഫിഹി അല്ലാഹ്, അദ്ദേഹത്തിൻ്റെ കൈപ്പത്തിയിൽ, കൈയിൻ്റെ ഉള്ളംകൈയിൽ അദ്ദേഹം ഇങ്ങനെ അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ എഴുതുന്നുണ്ട്. ഫഖാല ലഹു സരിയ്യു സഖ്തി, ബഹുമാനപ്പെട്ട സരിയ്യു സഖ്തി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ തസ്നഉ യാ സഅദൂൻ, സഅദൂൻ തങ്ങളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അല്ലാഹുവിൽ അങ്ങോട്ട് പ്രേമിച്ച് അല്ലാഹു ഒരു ഭ്രാന്ത് പോലെയായി. അതാണ് സഅദൂനുൽ മജ്നൂൻ, ഭ്രാന്തൻ, ബുദ്ധിമാനായ ഭ്രാന്തന്മാരുണ്ടല്ലോ, അതറിയില്ലേ? അൽ മജാനീനുൽ ഉഖലാ, ബുദ്ധിമാന്മാരായ ഭ്രാന്തന്മാർ. നമ്മൾ വിചാരിക്കും ഭ്രാന്താണെന്ന്. ഭയങ്കരമായ ബുദ്ധി കൂടിയിട്ട് ഈ ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ദുനിയാവിൽ അവരെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ഇവിടെ ചുക്കില്ല. അള്ളാഹുവിൻ്റെ സത്ത മനസ്സിലാക്കി അള്ളാഹുവിനെ അങ്ങോട്ട് ലയിച്ചു.
അവർ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ നമുക്കൊരു ഭ്രാന്തന്മാർ ചെയ്യുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലെത്തി സഅദൂനുൽ മജ്നൂൻ, അതുകൊണ്ട് മജ്നൂൻ എന്ന് പേരൊക്കെ കാരണം. അപ്പോൾ ബഹുമാനപ്പെട്ട സരീയുസഖത്തി തങ്ങൾ അവരോട് ചോദിച്ചു, മാ തസ്നഉ യാ സഅദൂൻ, തങ്ങളെ എന്തെങ്ങൾ ചെയ്യുന്നേ ഇങ്ങനെ അല്ലാഹ് അങ്ങനെ ഇത്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അന ഉഹിബ്ബുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. വഖദ് കതബ്തു ഇസ്മ റബ്ബി ഫീ ഖൽബി, എൻ്റെ റബ്ബിൻ്റെ പേര് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹത്താ ലാ യസ്കുനുഹു ഗൈറുഹു, അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നും ഒരാൾക്കും താമസിക്കാൻ കഴിയില്ല. എൻ്റെ ഹൃദയത്തിൽ മുഴുവനും ഞാൻ അള്ളാഹ് എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത് ഞാൻ എൻ്റെ കൽബിൽ ഞാൻ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഒരു പേര് എൻ്റെ കൽബിൽ വരികയില്ല. വകതബ്തുഹു അലാ ലിസാനി, എൻ്റെ നാക്കിൻ്റെ മേലിലും ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഹത്താ ലാ യദ്കുറു ഗൈറഹു, അതല്ലാത്ത ഒന്നിനെയും എൻ്റെ നാവ് സംസാരിക്കുകയില്ല, നാവ് കൊണ്ട് പറയുകയില്ല. ഇപ്പോൾ ഇതാ ഞാൻ വൽ ആന കതബ്തുഹു അലാ കഫീ ഹത്താ അൻദുറ ഇലൈഹി ബിഐനി, ഇപ്പോൾ ഞാൻ എൻ്റെ കൈപ്പടയിൽ എഴുതുന്നു, ഞാൻ എൻ്റെ കൈപ്പത്തിയിൽ ഞാൻ എഴുതി വെക്കുന്നു അല്ലാഹ് എന്ന്. എന്തിനു വേണ്ടി? എനിക്കതിലേക്ക് ഇങ്ങനെ നോക്കാൻ, എൻ്റെ രണ്ട് കണ്ണുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ നോക്കാൻ, എൻ്റെ റബ്ബിനെ പേരെങ്കിലും ഇങ്ങനെ നോക്കി ആസ്വദിക്കാൻ. ഫയകൂനു നളരി മശൂറൻ ബിഹി, അങ്ങനെ നോക്കാനൊരു ഇടം കിട്ടിയാൽ എൻ്റെ നോട്ടം അതിന്മേലങ്ങോട്ട് ഷോലായിക്കോളും, മറ്റൊന്നിലേക്കും ഷോലാവില്ലല്ലോ, വേറൊന്നിലേക്കും നോക്കൂല. ഇതിങ്ങനെ നോക്കി എൻ്റെ ഹൃദയത്തിന് എനിക്ക് വലിയൊരു സമാധാനം കിട്ടുമല്ലോ, എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് അതിങ്ങനെ കാണുമ്പോൾ. അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിച്ചിരുന്ന ആളുകളാണ് അവരൊക്കെ, അറിയോ. സംനൂൻ, ബഹുമാനപ്പെട്ട സംനൂൻ എന്ന് പറയുന്ന മഹാൻ, തസവ്വജ ബി ഇംറാത്തി, ഒക്കെ അള്ളാഹുവിൽ അങ്ങോട്ട് ലയിച്ച മഹാന്മാരെ കുറിച്ചാണ് ഈ പ്രതിപാദിക്കുന്നത്. അള്ളാഹ് എന്ന ചിന്തയിൽ മുഴുകിയവരാണ്. ദുന്യവിയായ യാതൊരു ചിന്തയും അവർക്കില്ല. സംനൂന് തങ്ങൾ അവസാന കാലഘട്ടത്തിൽ ഒരു കല്യാണം കഴിച്ചു. തസവ്വജ ബി ഇംറാത്തിൻ ഫി ആഖിരി ഉംരി, അദ്ദേഹത്തിന്റെ അവസാന കാലത്തിൽ അദ്ദേഹം ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്തു. ഫവലദത് ലഹു ബിന്താ, അദ്ദേഹത്തിന് അതിലൊരു പെൺകുട്ടി ഉണ്ടായി. ആ സ്ത്രീ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഫലമ്മാ ബലഗത് സലാസ സിനീന വജദ ഫീ ഖൽബിഹി തഅല്ലുഖൻ ബിഹാ, കുട്ടിക്ക് 3 വയസ്സായപ്പോൾ ആ കുട്ടിയോട് ഇദ്ദേഹത്തിന്റെ കൽബിനിക്ക് വല്ലാത്തൊരു ബന്ധമുണ്ടായി, വല്ലാത്ത അടുപ്പമുണ്ടായി. കുട്ടിയോട് വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം ഫറആ ഫീ മനാമിഹി കഅന്നൽ ഖിയാമത ഖദ് ഖാമത്, അദ്ദേഹം ഒരു ദിവസം സ്വപ്നത്തിൽ കാണുന്നു, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതായി കാണുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വനുസിബത്ത് അലായിമു കുല്ലു നബിയ്യിൻ വവലിയ്യിൻ, എല്ലാ നബിമാരുടെയും പതാകകൾ, എല്ലാ ഔലിയാക്കന്മാരുടെയും പതാകകൾ അവിടെ നാട്ടപ്പെട്ടിരിക്കുന്നു. ഓരോ അമ്പിയാക്കന്മാരും അവരുടെ പതാകയുമായി വന്നിരിക്കുന്നു. ഓരോ ഔലിയാക്കന്മാരും പതാക നാട്ടിയിരിക്കുന്നു. വവറാഅഹും അലമുൻ റഫീഉൻ, അതിൻ്റെ ഒക്കെ വേക്കിൽ ഒരു ഉന്നതമായ, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വലിയ ഒരു കൊടിയുണ്ട്. നൂറുഹു ഖസദ്ദൽ ഫുഖാ, അതിൻ്റെ പ്രകാശം അതാ അന്തരീക്ഷത്തിനെ ആകെ മുട്ടിയിരിക്കുന്നു. അന്തരീക്ഷത്തിന് മുഴുവൻ അതിൻ്റെ പ്രകാശമുണ്ട് ആ വലിയ കൊടിയുടെ. ഫസഅല അൻഹു ഫഖാലു, അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച്, ആരുടേതാണ് ആ വലിയ കൊടി, ഈ പ്രകാശം പരത്തുന്ന കൊടി ആരുടേതാണെന്ന് ചോദിച്ചപ്പോ ഫഖാലു, അവര് പറഞ്ഞു, ഹുവ അലമുൽ മുഹിബ്ബീനൽ ഖാലിസീൻ, നിഷ്കളങ്കരായി അള്ളാഹുവിനെ ഹുബ്ബ് വെക്കുന്നവരുടെ കൊടിയാണത്. ഖാലിസീങ്ങളായ മുഹിബ്ബീങ്ങളുടെ, അള്ളാഹുവിനെ പ്രേമിക്കുന്നവരുടെ, അള്ളാഹുവിൽ അങ്ങോട്ട് ലയിച്ചവരുടെ കൊടിയാകുന്നു. ഫറആ സംനൂൻ നഫ്സഹു ബൈനഹും, അപ്പോ അവരുടെ ഇടയിൽ സംനൂൻ അദ്ദേഹത്തിന്റെ ശരീരത്തിനെ കാണാം. ആ അള്ളാഹുവിനെ ഖാലിസായിട്ട് സ്നേഹിച്ച ആളുകൾക്കിടയിൽ ആരുണ്ട്? ഈ സ്വപ്നം കാണുന്ന ഇദ്ദേഹം അതിൻ്റെ ഇടയിലുണ്ട്.
അങ്ങനെ അതിൻ്റെ അടിയിൽ ആ വലിയ കൊടിയുമായിട്ട് അവരെല്ലാവരും ഇങ്ങനെ ഉയർത്തി നിൽക്കുമ്പോൾ ഫജഅഹു വാഹിദും മിനൽ മലായികത്തി ഫഅഖറജഹു മിൻ ബൈനിഹിം, മലക്കുകളിൽ നിന്നുള്ള ഒരാൾ ആ കൂട്ടത്തിലേക്ക് വന്ന് ഈ സംനൂൻ എന്ന് പറയുന്ന ആളെ അവിടെ നിന്ന് ഭരിച്ചു പുറത്തിട്ടു, അവിടുന്ന് പുറത്താക്കി, ആ കൂട്ടത്തിൽ നിൽക്കാൻ അയച്ചില്ല. ഫഖാല സംനൂൻ അലാ അന മുഹിബ്ബുൻ ലില്ലാഹി വഹാദാ അലമുൽ മുഹിബ്ബീന ഫലിമ തുഖ്രിജുനീ. സംനൂന മലക്കിനോട് ചോദിച്ചു, മോനെ മലക്കേ, അന മുഹിബ്ബുൻ ലില്ലാ, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളാണ്. വഹാദാ അലമുൽ മുഹിബ്ബീന, ഇത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ ആ കൊടിയാണല്ലോ, ഈ കൊടിക്ക് താഴെയാണല്ലോ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ നിൽക്കേണ്ടത്, ഞാൻ അവിടെ അല്ലേ നിൽക്കുന്നത്. ഫലിമ തുഖ്രിജുനീ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ ആ കൂട്ടത്തിൽ നിന്ന് പുറത്തെടുത്തത്? ഇൻഷാ അല്ലാഹ് എന്തിനായിരുന്നു എന്നുള്ളത് പറയാം. അത്ഭുതമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.